വലത് നിരീക്ഷകൻ എൻ ശ്രീകുമാർ കൂടി ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീകുമാർ, ഞങ്ങൾ ഇന്നലെ മുതൽ നൽകുന്ന വാർത്തയുടെ ഒരു തുടർച്ച എന്ന് തന്നെ പറയാം. അതായത് സി ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് യുവ നേതാക്കളെ അടക്കം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പട്ടിക അതിപ്പോൾ തയ്യാറാക്കുന്നു. അങ്ങനെ ഒരു നീക്കത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് വാർത്തയായി വന്നിട്ടുള്ളത്. അതേസമയം അതേ പട്ടിക തന്നെയാകണം തെരഞ്ഞെടുപ്പിൽ എന്ന് അല്ല ഞങ്ങൾ അവകാശപ്പെടുന്നത്. പക്ഷേ ഇത്തരം സാധ്യതകൾ തന്നെയാണ് കോൺഗ്രസ് തേടുന്നത് എന്നുള്ളതാണ്. അതിൽ ചില പരിചിത മുഖങ്ങൾക്ക് വലിയ ജനപ്രീതി നേടാൻ സാധിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതാണിപ്പോൾ ശിവകുമാറിൻ്റെ കാര്യമായി സൂചിപ്പിക്കുന്നത്. താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ യുവാക്കൾക്ക് കൂടുതൽ അവസരം നൽകിക്കൊണ്ട് പല മണ്ഡലങ്ങളും തിരിച്ചുപിടിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കേരളത്തില് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തില് യുവാക്കൾ എന്നല്ല UDF പറഞ്ഞോളൂ. UDF ആര് മത്സരിച്ചാലും ജയിക്കാവുന്ന ഒരു ഘട്ടമുണ്ട്. അതിപ്പോ അവസാനം നമ്മൾ നിലമ്പൂര് കണ്ടതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഈ C ക്ലാസ് D ക്ലാസ് എന്നുള്ള ഒരു വേർതിരിവ് മണ്ഡലങ്ങളെ സംബന്ധിച്ചിട്ടില്ല. അത് BJPക്കും ഒക്കെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം A ക്ലാസ് അല്ല, പക്ഷെ എല്ലായിടത്തും കോൺഗ്രസ് പലവട്ടം ജയിച്ചിട്ടുണ്ട്. കാരണം 140 മണ്ഡലങ്ങളിലെ 111 സീറ്റ് വരെ നേടിയ ഒരു മുന്നണിയാണ് കോൺഗ്രസ് മുന്നണി. 1970 അന്ന് CPI ഒപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം 100 സീറ്റ് വരെ നേടിയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പം C ക്ലാസ് എന്നുള്ളത് കോൺഗ്രസിന്റെ ആ ഒരു ചരിത്രത്തിൽ ഇല്ല. അത് ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാല് ചില മണ്ഡലങ്ങളില് CPMന്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. ആ CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ തന്നെ ചില ഘട്ടങ്ങളിൽ അവര് വളരെ നിസ്സാര വോട്ടുകൾക്ക് തോറ്റിട്ടുണ്ട്. അപ്പൊ A ക്ലാസ് B ക്ലാസ് C ക്ലാസ് എന്നുള്ളതല്ല കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ. അല്ല, തീർച്ചയായും താങ്കൾ പറയുന്നത് പോലെ ഇപ്പോൾ കാലം മാറുന്ന ഒരു സാഹചര്യമുണ്ട്. താങ്കൾ തന്നെ BJPയെ കുറിച്ച് സൂചിപ്പിച്ചു. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം BJP എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനം പിടിക്കുക എന്നുള്ളതല്ലല്ലോ. ഓരോ സംസ്ഥാനത്തെയും ഏറ്റവും സാധ്യതയുള്ള സീറ്റുകൾ ഏത്, മണ്ഡലം ഏത്, അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഒരു പട്ടിക നേരത്തെ തന്നെ തയ്യാറാക്കും. അത് ഇന്ത്യ മുഴുവനുമാണ് അവർ തയ്യാറാക്കുന്നത്. അപ്പോൾ കോൺഗ്രസും ഒരു പരിധിവരെയെങ്കിലും ഒക്കെ മാറി ചിന്തിക്കുന്നുണ്ടാകാം. ചില ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സർവേ നടത്തുന്നുണ്ടാകാം. അതിനൊരു പക്ഷേ ടെക്നിക്കലി നൽകുന്ന പേരുകളാകാം ഈ സാധ്യതകൾ. ഒപ്പം താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ BJPയുടെ വളർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വോട്ടുകൾ അതുകൂടിയൊക്കെ കണക്കിലെടുക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടല്ലോ. അപ്പോൾ മതസാമുദായിക വിഭാഗങ്ങളെ അടക്കം ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് വേണം ഒരു മൂന്നാം ഭരണ തുടർച്ചയ്ക്ക് തടയിടാനെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടാകാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ഒന്നാമത്തേത് BJPയുടെ വളർച്ച ഏതാണ്ട് കഴിഞ്ഞു. അത് 2014 തൊട്ട് ഈ 2019 ഇലക്ഷൻ വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് BJPക്ക് ഇപ്പോൾ വളർച്ച എന്ന് പറയുമ്പോൾ അവർ ഏതെങ്കിലും മണ്ഡലങ്ങളിലെ ലോക്സഭയാണെങ്കിലും അസംബ്ലി ആണെങ്കിലും അവര് 2019 വരെ കരുതാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലല്ലേ ഒരു BJP MPയെ പാർലമെന്റിലേക്ക് അയച്ചത്? അവിടെയാണ് നമ്മൾ തമ്മിലുള്ള ഒരു തർക്കത്തിന്റെ പ്രശ്നം. കാരണം സുരേഷ് ഗോപി ആണ് തൃശ്ശൂരിൽ മത്സരിച്ചത് എന്നുള്ളതുകൊണ്ട് അതേ ഒരു BJP കാരനാണ്, ചിഹ്നം താമരയാണ്, ഒക്കെ ശരി തന്നെ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിക്കുകയല്ലേ ചെയ്തത് ശ്രീകുമാർ BJPയുടെ? അല്ല, ഞാൻ പറയാം അതായത് ഒരു നിങ്ങൾ ഈ പറഞ്ഞ പോലെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തില് സുരേഷ് ഗോപി എന്ന ഒരു സൂപ്പർ സ്റ്റാർ 2 വട്ടം തൃശ്ശൂരിൽ തുടർച്ചയായിട്ട് മത്സരിച്ചിട്ട് 3-ാം വട്ടം ചില വാഗ്ദാനങ്ങളും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ പ്രചരണം നടത്തിക്കൊണ്ട് വരുമ്പോൾ കിട്ടിയ വോട്ടുകളാണ് അത് BJP വോട്ടോ BJP വിജയമല്ല. ഞാൻ തർക്കിക്കുകയല്ല, പക്ഷേ എനിക്ക് കൃത്യമായ മണ്ഡലങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ലോക്സഭയിലെ വോട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ പല നിയമസഭയിലും വലിയ മുന്നേറ്റമല്ലേ BJP നടത്തിയ വോട്ടുകളുടെ എണ്ണത്തിലൊക്കെ? അല്ല, അത് ഞാൻ പറഞ്ഞിരുന്നത്. അതാണ് അത് പറയുമ്പോഴാണ് താങ്കൾ ഇടപെട്ടത്. അതായത് 7 അസംബ്ലി മണ്ഡലങ്ങളിലെ BJPയിലെ 6 അസംബ്ലി മണ്ഡലങ്ങൾ അവർക്ക് ഭൂരിപക്ഷമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഗുരുവായൂർ ഒഴിച്ചു. അപ്പൊ ഈ 6 അസംബ്ലി മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അത് സുരേഷ് ഗോപിക്കുള്ള വോട്ടാണോ അതോ LDFന്റെ UDFന്റെ വോട്ട് ചോർന്നതായിട്ടാണോ കണക്കാക്കുക? അങ്ങനെയാണ് തൃശ്ശൂരിലത്തെ 6 മണ്ഡലങ്ങളിൽ BJP ജയിക്കണ്ടേ? ഈ 6 നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ സാധാരണ MLA-മാരായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ സുരേഷ് ഗോപിമാരല്ലല്ലോ, ഒരാളല്ലേ സുരേഷ് ഗോപി. പക്ഷേ താങ്കൾ ഈ പറഞ്ഞ തൃശ്ശൂർ തന്നെ എടുക്കൂ. ഈ തൃശ്ശൂരിൽ UDFന് ഏതാണ്ട് അടിവേര് നഷ്ടപ്പെട്ട സാഹചര്യമല്ലേ ഉള്ളത്? അതൊക്കെ ഒരു പരിധിവരെ UDFന്റെ ഏറ്റവും സേഫായ മേഖലകളായിരുന്നുവെങ്കിൽ പിന്നീട് നിയമസഭയിലൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അവിടേക്കാണ് സന്ദീപ് വാര്യർ, ഒരു പക്ഷേ സന്ദീപ് വാര്യർ എന്ന പേര് കോൺഗ്രസ്സുകാർക്ക് പോലും പൂർണ്ണമായും അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കാം.
സന്ദീപ് വാര്യർ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയിട്ടുള്ള ആക്ഷേപങ്ങൾ. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചാനൽ ചർച്ചകളിൽ അടക്കം പങ്കെടുക്കുന്ന ആളാണ് സന്ദീപ് വാര്യർ. അപ്പോൾ സന്ദീപ് വാര്യരെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെ ചില നീക്കങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടായേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സന്ദീപ് വാര്യർ തൃശ്ശൂർക്ക് വരുന്നു എന്നുള്ളത് നിങ്ങളുടെ നിഗമനമാണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിൽ ഫോക്കസ് ചെയ്യുന്നത് സാധ്യത ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ തൃശ്ശൂർ ജില്ലയിലെ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ഓരോ സീറ്റ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ, UDF-ന്. പക്ഷെ നിങ്ങൾ നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഇവിടെ ജയിച്ച പോലെ ബെന്നി ബെഹനാൻ ജയിച്ച മൂന്നപുരം മണ്ഡലത്തിൽപ്പെട്ട കൊടുങ്ങല്ലൂരും ഇരിങ്ങാലക്കുടയും അതുപോലെ കയ്പമംഗലത്തും ചാലക്കുടിയിലും മറ്റേ UDF-ന് കൊടുങ്ങല്ലൂർ ഏതാണ്ട് UDF-ന് മുന്നേറ്റമാണ്. അതുപോലെ തന്നെ ചേലക്കര മറ്റേ ആലത്തൂർ മണ്ഡലത്തിൽപ്പെട്ട ധന്യ ഹരിദാസിന് ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി മുന്നേറ്റമാണ്. അപ്പൊ അവിടെ തന്നെ കോൺഗ്രസിന് 6 സീറ്റ്. അല്ല, പക്ഷെ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചത്. താങ്കൾ ഈ പറയുന്ന ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ പരാജയപ്പെടുത്തു, പക്ഷെ വോട്ട് കുറയ്ക്കാൻ സാധിച്ചു. അല്ല, നിങ്ങൾ നോക്കൂ, ചേലക്കരയിലെ കെ രാധാകൃഷ്ണൻ ജയിച്ചത് 39,000 വോട്ടുകളുടെ ഭൂരിപക്ഷം. ഇത്തവണ 27,000 വോട്ട് കുറഞ്ഞുപോയി. അപ്പൊ 12,000 വോട്ടിനാണ് ജയിച്ചത്. അപ്പൊ 27,000 വോട്ട് കുറഞ്ഞു പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു, 27,000 വോട്ട് നിസ്സാരമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ആ കണക്കിവിടെ അത് UDF-നും BJP-ക്കും LDF-നും നമുക്ക് അത് വെച്ച് കൂട്ടാൻ പറ്റില്ല. അത് വേറെ വിഷയമാണ്. കാരണം അതൊക്കെ ആ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ്. പക്ഷേ അസംബ്ലി മണ്ഡലങ്ങളിലെ തൃശ്ശൂർ ജില്ലയിലെ UDF-ന് 13 മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ജയസാധ്യത അവർ കുറവായിട്ടാണ് കാണുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുക തന്നെയാണ്. കഴിഞ്ഞ 2-3 വർഷത്തിലിടയ്ക്ക് ഈ നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി UDF നടത്തുന്ന ചില നീക്കങ്ങളുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ് നടത്തുന്ന ചില നീക്കങ്ങളുണ്ട്. അതിലൊരു 3-4 സീറ്റ് എന്തായാലും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് എല്ലാ A ക്ലാസ് സീറ്റുകളാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവർ ജയിക്കുന്നില്ല. അപ്പൊ കാരണം എന്താ വെച്ചാൽ മികച്ച സ്ഥാനാർത്ഥികൾ അവർക്കില്ലെന്നുള്ളതാണ്. അപ്പൊ സ്ഥാനാർത്ഥിയാണ് പ്രധാനം. ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ തന്നെ പലവട്ടം കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥി മികവ് കൊണ്ടാണ്. PM സുധീരനാണെങ്കിലും തേറമ്പിൽ രാമകൃഷ്ണനാണെങ്കിലും റോസമ്മ ചാക്കോ ആണെങ്കിലും മറ്റേ തോമസ് ഉണ്ണിയാടനാണെങ്കിലും എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിലും സ്ഥാനാർത്ഥി മികവാണ്. ഇപ്പൊ TN പ്രതാപൻ ഈ അടുത്ത കാലത്താണ് ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള മുതിർന്ന നേതാക്കള് അതുപോലെ ശ്രദ്ധേയരായ നേതാക്കളുടെയൊക്കെ അഭാവമുണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഇപ്പോഴത്തെ യുവാക്കൾ എന്ന് പറയുമ്പോൾ ഈ യുവാക്കൾക്കാണ് 2021 പ്രാധാന്യം കൊടുത്തത്. തോറ്റുപോയി എല്ലാവരും. അപ്പൊ യുവാക്കളെ നല്ല ഇപ്പൊ VS ശിവകുമാറിന്റെ കാര്യം നിങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. VS ശിവകുമാർ കാഴ്ചയിൽ ഇപ്പോഴൊരു യുവാവാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രായം നോക്കിയല്ലല്ലോ വോട്ട് ചെയ്യുക. അപ്പൊ അദ്ദേഹം ഓടി നടക്കുന്നു, കാഴ്ചയിൽ സുമുഖനാണ്, യുവാവാണ്. ആ നിലയ്ക്ക് അദ്ദേഹം എവിടെ മത്സരിക്കാൻ ആഗ്രഹിച്ചു അവിടെ മത്സരിക്കാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചാൽ തീർച്ചയായിട്ടും കോൺഗ്രസ് അനുവദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ അരുവിക്കരയിൽ നിന്ന് KS ശബരിനാഥനെ അങ്ങനെയൊന്നും പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അരുവിക്കര എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസുകാരുടെ ഒരു വികാരം G കാർത്തികേയനാണ്, പഴയ ആര്യനാട് മണ്ഡലം. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇത് അവിടെ കിടപ്പുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ മറ്റ് പല യൂത്ത് കോൺഗ്രസ് ജയിക്കണമെന്നില്ല. അത് ഇന്നലെ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. വർക്കല രാധാകൃഷ്ണൻ CPM നേതാവായിരിക്കെ 80-ാമത്തെ വയസ്സിൽ അദ്ദേഹം വർക്കലയിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ച ഒരാളാണ്, അസംബ്ലിയിലേക്ക് വിജയിച്ച സ്പീക്കറായ ആളാണ്. ഇപ്പൊ തൃശ്ശൂർ നിങ്ങൾ നോക്കൂ, തേറമ്പിൽ രാമകൃഷ്ണൻ അദ്ദേഹം രാഷ്ട്രീയം സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ടാണ്. തേറമ്പിൽ രാമകൃഷ്ണൻ ഇപ്പോഴും നിന്ന് ഇവിടെ ജയിക്കും, ഈസിയായിട്ട് ജയിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാഴ്ചപ്പാടുണ്ട്. പക്ഷെ അതൊന്നും അല്ലല്ലോ രാഷ്ട്രീയത്തില് പുതുമ വരണം, യുവാക്കൾ വരണം. പിന്നെ കോൺഗ്രസിന്റെ UDF-ന്റെ നേട്ടം എന്താണ്? അവരൊക്കെ ഒരു നിലപാടുണ്ട്. പ്രതിപക്ഷ നേതാവ് ഒരു UDF ഒരു നിലപാടെടുത്താൽ അത് പ്രതിപക്ഷ നേതാവ് പുറത്തു പറയുന്നു. UDF ചെയർമാനായ സതീശന് പുറത്തു പറയുന്നു. ആ നിലപാടിന് ജനങ്ങൾ അംഗീകാരം നൽകുന്നു.